ഡോക്ടർ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും കാലം മുറ തെറ്റാതെ ചെയ്ത ഒരാൾ. ഞാൻ എങ്ങനെ ഇത്രയും കാലം ജീവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഡോക്ടർ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്തൊക്കെ ചെയ്യണമെന്ന് പറയണമെങ്കിൽ ഇനി വേണ്ട 1 മണിക്കൂർ വേണ്ടി വരുമായിരിക്കും. അതുകൊണ്ട് ഞാനത് പ്രൈവറ്റായിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഒരു കാര്യം പറയണം, 3 നേരം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. അത് പറയുമ്പോൾ സ്ത്രീകൾക്കൊരു വിഷമം എന്ന് പറഞ്ഞു. സത്യം, അതിൻ്റെ സ്ത്രീകളുടെ മാത്രം ഒരു പണിയാക്കുന്നത്. ഞങ്ങൾക്കൊക്കെയാണ്. പുരുഷന്മാർ പാത്രം കഴുകട്ടെ. എന്തോ ഒരു കയ്യടി ഞാൻ വാങ്ങിക്കട്ടെ. കാരണം നമ്മളെല്ലാം തുല്യ ദുഃഖിതരാണ്. ഞാൻ എൻ്റെ മകളുടെ അച്ഛൻ പോയ ശേഷം ഇപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. ജീവിതത്തിൽ ആസ്വദിക്കുന്നത് ഇപ്പോഴാണ്. സത്യം പറയാമോ, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ലൈഫിൽ ഒരിക്കലും ഞാനൊരു ഫ്രീഡം ആസ്വദിച്ചിട്ടില്ല. അതാരും തരാത്തതല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാണ്. കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലിയും ഹസ്ബൻഡും ഒക്കെയാണ്. എങ്കിലും നമുക്ക് നമ്മുടെ കുറേ സോഷ്യൽ ടൈസ്, ലൈഫ്, ഫിനാൻഷ്യൽ പല കമ്മിറ്റ്മെൻറ്റ്സ്, അങ്ങനെ ജീവിച്ച് ഓടിത്തീർത്തു ലൈഫ്. ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് കുറച്ച് ഫസ്റ്റ് ഗിയറിലാണ് പോകണം. സുഖമാണ് ജീവിതം. ആരും കോപ്പി അടിക്കാൻ നിൽക്കണ്ട. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം. ഇപ്പോൾ എൻ്റെ ലൈഫ് എൻ്റെ ചോയ്സാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് എല്ലാവർക്കും, നമ്മുടെ സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ വലുതാണോ എന്നൊരു ഭേദമന്യേ എല്ലാവർക്കും അവരവരുടെ ലൈഫിന് ഒരു ചോയ്സ് ആവശ്യമാണ്. അതിൽ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് വൈസായിട്ട് ബുദ്ധിയോടുകൂടി എടുക്കേണ്ട ഒരു ചോയ്സാണ് നമ്മുടെ ഭക്ഷണക്രമം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. വനിതാ ജയിലിൽ പോയി. ഭയങ്കര ഹൃദയഭേദകമായിരുന്നു അത്. ഒരുപാട് അമ്മമാർ, ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് പെൺകുട്ടികൾ അവിടെ ഇൻമേറ്റ്സ്, പ്രിസൺ ഇൻമേറ്റ്സ്. അപ്പോൾ അവർക്ക് ഓണത്തിന് ഒരു സന്തോഷം കിട്ടാനായിട്ടാണ് പോയത്. അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നെ എന്തിനാ ഈ ജയിലിൽ ഗസ്റ്റായിട്ട് വിളിച്ചേ? ഓക്കെ, നമ്മുടെ കലാകാരന്മാർക്ക് ഇന്ന സ്ഥലമൊന്നുമില്ല. യുദ്ധം നടക്കുന്ന അവിടെയും വിളിക്കും, ഹോസ്പിറ്റലിലും വിളിക്കും, മെൻ്റൽ ഹോസ്പിറ്റലിലും വിളിക്കും, പ്രിസണിലും വിളിക്കും. നമ്മളെല്ലായിടത്തും പോയി അവർക്ക് അല്പം സന്തോഷം കൊടുക്കുക, മനസ്സിൽ സന്തോഷം കൊടുക്കുക. പക്ഷെ അവിടെ വന്ന് എല്ലാവരും സംസാരിച്ചത് ഞങ്ങൾ ആ ഫെസിലിറ്റീസ് കൊടുത്തു, ഇവിടെ ഇങ്ങനെ ചെയ്തു, ഇവർക്ക് ഇങ്ങനെ പല രീതിയിലുള്ള വികസനത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് പറയാൻ തോന്നിയത്, ഒരു സ്ത്രീക്കും അങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്യാൻ കഴിയുമെന്ന് ഒരു സ്ത്രീയായ എനിക്ക് തോന്നുന്നില്ല. അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനൊരു അവസ്ഥ ഒരു സ്ത്രീക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ആശുപത്രിയിൽ വന്നിട്ട് വികസനമൊക്കെ നല്ലതാണ്, പക്ഷേ ഒരുപാട് കഷ്ടപ്പെടുന്ന രോഗികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ അർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.